ഹായ് ഫ്രണ്ട്, ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. 1 കിലോ ചിക്കൻ വലിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി ഇതൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വെക്കുക, 1 സ്പൂണ്. അതുപോലെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്, അത് കാരണം ഇടി പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാം കേട്ടോ. 1 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ വലിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയിട്ട് നല്ല ഗോൾഡൻ നിറമാകുന്നതും വരെ ഫ്രൈ ചെയ്ത് കോരി അത് മാറ്റി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഉള്ളി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റി വെക്കാം. നല്ല രീതിക്ക് ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. നല്ല ഉള്ളി വാരി കഴിഞ്ഞാൽ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാം നമുക്ക്. കണ്ടല്ലോ, ഈ ഒരു പരുവം കരിഞ്ഞു പോകാതെ നല്ല ഇതിൽ കിട്ടും. ഇനി നമ്മൾ ബാസ്മതി റൈസാണ്. ഒരു അരമണിക്കൂർ ഞാൻ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇത് കഴുകി വാരി വാല വെച്ചിരിക്കുകയാണ്. വെള്ള കളറ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മന്തിക്ക് വേറെ ഒരു മഞ്ഞ കളറിലെ ബസ്മതി റൈസ് ഉണ്ട്, അതല്ല. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാനായിട്ട് പോകാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം, ആവശ്യത്തിന് വെള്ളം കടപ്പയിൽ വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് കാഷ്നട്ട് നമുക്കൊന്ന് വറുത്ത് കോരി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് ഇച്ചിരി ഓയിലൊക്കെ ഒഴിച്ച് കാഷ്നട്ട്, ഉണക്കമുന്തിരി ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് കോരി നമ്മൾ ഉള്ളി വെച്ച പോലെ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ചോറിനുള്ള ഒരു ബേ ലീഫ്, അതുപോലെ 2 ചെറിയ പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു ജാതിപത്രി, ഒരു 2 ഏലക്ക, ഒരു തക്കോലം. ഇതൊക്കെ നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള സ്പൈസസാണ്. ഇവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ചോറ് വെക്കാനായിട്ട് വെച്ച പാത്രമാണ് ഇരിക്കുന്നത്. അതിൽ ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട് ഈ സ്പൈസസ് എല്ലാം ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ഇടുക. കുറച്ച് സവാള അരിഞ്ഞതിട്ട് അത് വഴറ്റുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരു ശകലം ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ്. 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുരുമുളക് തരിതരിപ്പായി പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക.
എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ മാർഗനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ വേകാനായിട്ടുള്ളത് മൂടി വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ ചോറ് തയ്യാറാക്കാനും വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിൽ 1 സ്പൂണ് 1-2 സ്പൂണ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ നാരങ്ങ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാനെടുത്ത സൺഫ്ലവർ ഓയിൽ അതിൽ 1 സ്പൂൺ ഓയിൽ അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഇടയ്ക്ക് നമ്മുടെ ചിക്കനൊന്ന് മൂടി തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളിയിൽ ഒരു ശകലം കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കി അത് അടച്ച് മാറ്റി വെക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ച് അതിലേക്ക് നമ്മൾ കഴുകി വാല വെച്ച ബസുമതി റൈസ് ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെക്കുക. ഒരു 3/4 വേവ് ആയാൽ മാത്രം മതി. നല്ലപോലെ വെന്ത് പോകരുത്. പിന്നെ ദമ്മിടുമ്പം ബാക്കി 1/4 ഭാഗം വെന്തോളും. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം ചോറ് കോരിയെടുക്കാൻ. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇരട്ടി വെള്ളം വെച്ചത് കൊണ്ട് ഇത് കോരിയെടുക്കേണ്ട ആവശ്യമില്ല. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അത് കണക്കാക്കി വേണം നമ്മൾ ചോറ് എടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ തിളപ്പിച്ച് ഒരു 3/4 വേവാകുമ്പോൾ കോരിയെടുത്താലും മതി. അത് അറിയാൻ പാടില്ലാത്തവർക്ക്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മുടെ ചിക്കൻ്റെ മൂടിയൊക്കെ തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് പുതിന ഇല വിതറി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കോരി വെച്ച നമ്മുടെ ഈ തയ്യാറായിരിക്കുന്ന ഈ ചോറ് 3/4 വേവ് ആയ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ ബിരിയാണിക്ക് ചെറിയ മഞ്ഞ കളറൊക്കെ നമുക്ക് കിട്ടാനും വേണ്ടി അല്ലെങ്കിൽ ഫുഡ് കളർ നിങ്ങൾക്ക് അങ്ങനെ ഒരല്പം ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പാലിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി അതൊഴിച്ച് കൊടുത്താൽ മതി. ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി അതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് ദമ്മാകാനായിട്ട് ഇരിക്കണം. ഒരു 5 മിനിറ്റ് മതിയാവും. കാരണം ചിക്കനും ചോറും ഒക്കെ ഓൾറെഡി 3/4 പാർട്ട് വെന്തിരിക്കുന്നതാണ്. ഇടയ്ക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കി നമുക്കൊന്ന് പതുക്കെ നോക്കാം. കണ്ടല്ലോ, നല്ല സൂപ്പറായിട്ടുള്ള ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും